പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് കർത്താവിൻ്റെ തിരുവുയർപ്പിൻ്റെ ദിനം, ഏപ്രിൽ 5-ാം തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ തിരുവുദ്ധാനം അനുസ്മരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഏറ്റവും വലിയ പ്രാർത്ഥന, നിന്റെ തിരുവുദ്ധാനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. എത്ര ജന്മങ്ങൾ ഇവിടെ കടന്നു പോയാലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഈശോയെ, നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ അന്തരാത്മാവിനെ അനുഭവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും നിന്റെ നാമം എത്തിച്ചേരാത്ത ഇടങ്ങളുണ്ട് ലോകത്ത്. നിന്റെ നാമത്തെയും നിന്റെ വചനത്തെയും അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. കർത്താവേ, അവരെല്ലാം കാലത്തിൻ്റെ അവസാനം മുമ്പ് നിന്നെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, തിരുവുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ലോകത്തെ ജയിക്കാൻ കഴിയും. പക്ഷെ വൈരാഗ്യം, വിദ്വേഷം, ചതി, പരസ്പരമുള്ള ജയപരാജയങ്ങൾ, ലോകത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥകൾ മൂലം
അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഇങ്ങനെ പല തിന്മകൾ കിടക്കുന്ന ഒരു കർത്താവെ, നിന്റെ തിരുവുത്ഥാനത്തെ ശക്തി ആസ്വദിക്കാനും ആവഹിക്കാനും പങ്കാളികളാകുവാനും എല്ലാം ക്ഷമിക്കാൻ കുടുംബത്തെ ഐക്യപ്പെടാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഐക്യപ്പെട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് തിരുവുദ്ധാന സന്തോഷം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില വീടുകളിൽ സന്തോഷമില്ല. സാമ്പത്തിക തകർച്ചയുണ്ട്, കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷാ ഭീതികളുള്ളവരുണ്ട്, പലതരത്തിലെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള വേവലാതികളും വേദനകളെ കർത്താവ് നിന്നോട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തിരുവുത്ഥാനത്തിന് മഹത്വത്തിൽ അവരെയും പങ്കാളിയാക്കണമെന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ഞാനെപ്പോഴും ഓർക്കുകയും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പത്രോസിനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാളെ ഈ കുറേ മനുഷ്യർ അദ്ദേഹത്തെ വെറുതെ എടുത്തു ചാട്ടക്കാരനായിട്ട് പറയും. അദ്ദേഹം ഒരു എടുത്തുചാട്ടക്കാരനുമല്ല. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം എടുത്തുചാട്ടക്കാരനാണെങ്കിലല്ല, ഈ ഇന്നലെ കയറി വന്ന പൗലോസ് കൂട്ടത്തിൽ വെച്ച് അങ്ങയുടെ ഫരിസേയമായ ഒരു തണ്ട് കാണിക്കുന്നുണ്ട് പത്രോസിൻ്റെ അടുത്ത്. പക്ഷെ ആ സമയത്ത് പത്രോസ് കാണിക്കുന്ന സൗമ്യത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൗലോസിനോടൊരു നീരസം തോന്നും. ഇവൻ ഇന്നലെ കയറി വന്ന ആളല്ലേ. എന്നിട്ട് കർത്താവ് അധികാരം ഏൽപ്പിച്ചതിനോടൊക്കെ കൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കണില്ല അത് വരുന്നു. അപ്പം എനിക്ക് പൗലോസിനോട് അന്നും ഇന്നും ഒത്തുതീർപ്പ് വന്നിട്ടില്ല. ശരിക്കും പ്രബോധനം ഭയങ്കര ഗംഭീരമാണെങ്കിലും സ്വഭാവം എനിക്ക് അത്രക്ക് പിടിച്ചിട്ടില്ല. കാര്യം നമ്മൾ എടുത്തുചാട്ടക്കാണെന്ന ഒരു ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ആള് പക്ഷേ എടുത്തുചാട്ടം കാണിക്കേണ്ടത് ഇവിടെയാണ്. പക്ഷേ ആ മനുഷ്യൻ കർത്താവിൻ്റെ എല്ലാവിധ പക്വതയോടും കൂടിയാണ് പൗലോസ് കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ആ വിഷയത്തെ സംയമനത്തോടെ കരുതുന്നത് എന്താണ്? അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി പത്രോസ് കണ്ടതുപോലെ വല്ലതും ആരെങ്കിലും കണ്ടോ? പത്രോസ് കർത്താവിനോട് സംസാരിച്ച പോലെ ആരെങ്കിലും സംസാരിച്ചോ? ആർക്കെങ്കിലും അവസരം കിട്ടിയോ? ആർക്കെങ്കിലും കർത്താവ് വാതിൽ തുറന്നു കൊടുത്തോ? ഇല്ല. ഈ മനുഷ്യൻ ഭയങ്കരനാണ്. ഈ മനുഷ്യനാണ് ഒരിക്കൽ പറയണതേ, ദേവാലയത്തിലേക്ക് 9-ാം മണിക്കൂർ പോകത്തില്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. അപ്പം കൈ നീട്ടുമ്പോൾ ഈ മനുഷ്യൻ അറിയാതെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പണ്ട് കുറേ കാശുണ്ടായിരുന്ന ആളാണ്. കാര്യം എൻ്റെ വെള്ളത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഇപ്പം കർത്താവ് വിളിക്കണമെമ്പോൾ കാശ് ഇരിക്കണമെന്നുണ്ട ആളാണ്. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി പത്രോസിനും താക്കോല് യൂദാസിനും കൊടുത്തു. അതൊരു വല്ലാത്ത ഒരു സംഘർഷമായിരുന്നു പത്രോസിൻ്റെ ജീവിതം മുഴുവനും. അധികാരമില്ല പത്രോസിന്, താക്കോല് യൂദാസിന്. എങ്ങനെ വർക്കൗട്ട് ചെയ്യും? അപ്പോസ്തലന്മാരെല്ലാം കമ്മ്യൂണിറ്റി കണക്ഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ പറയണതെല്ലാം പത്രോസിനോട്. പക്ഷെ കൊടുക്കേണ്ടതാരാണ്? യൂദാസ് കൊടുക്കുക. ആ കള്ളനായതുകൊണ്ട് യോഹന്നാനെ എടുത്ത് പറയുന്നുണ്ട് ആ പെട്ടിയിൽ നിന്ന് വീഴുന്ന കാശൊക്കെ അവൻ അടിച്ചു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ കള്ളന്മാരൊരിക്കലും മറ്റവർക്ക് ഒന്നും കൊടുക്കത്തില്ലല്ല. അപ്പോൾ അപ്പോസ്തലന്മാർ നരകിച്ച നിറഞ്ഞ ഒതുങ്ങിയൊരു ജീവിതമാണ് അപ്പോസ്തലന്മാർ. പ്രത്യേകിച്ച് നേതാവായി നിൽക്കുകയും ചെയ്യും, പക്ഷെ നിസ്സഹായനായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു പത്രോസുണ്ട്. അതിനൊന്നും അദ്ദേഹം ഒരിക്കലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു സംഘർഷത്തിലൂടെ അവരുടെ കൂട്ടായ്മയിലുണ്ടാകുന്ന സംഘർഷത്തിലൂടെ ആ മനുഷ്യൻ പോയിട്ട് ഒരു കുറ്റക്കാരോട് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കൽ ചെകുത്താനെന്ന് വിളിച്ചു. അപ്പോഴും യൂദാസെന്ന് സ്നേഹിതാന്നാണ് യൂദാസിനെ വിളിക്കുന്നത്. അപ്പോഴ് കർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ പത്രോസ് പറയും, അങ്ങേക്കില്ല അറിയാമില്ല. അത് ഭയങ്കര രസകരമായ ഒരു ക്രിസ്ത്യൻ എന്ന് പറയാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് പീറ്ററാണ്. കാര്യം എല്ലാ മേഖലകളിലും ഒതുങ്ങേണ്ട പാട്ടിൽ ഒതുങ്ങുമ്പോഴും പൊട്ടിത്തെറിക്കാൻ നിൽക്കും. എടുത്തുചാട്ടക്കാരാണെങ്കിൽ പൊട്ടിത്തെറിക്കുമല്ല, പൊട്ടിത്തെറിക്കാൻ നിൽക്കും. യൂദാസിൻ്റെ എല്ലാ പൊളിറ്റിക്സിൻ്റെയും ബലിയാടായിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്.
അപ്പോഴും സംയമനത്തോടെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിഴവ് നമ്മൾ കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് കർത്താവ് ഇല്ലാഞ്ഞ തിരുവുത്ഥാനത്തിൻ്റെ ശേഷം ഉണ്ടായിരുന്ന സമയത്തും ഈ പൗലോസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറുന്ന സമയത്തും അദ്ദേഹം സംയമനം പാലിക്കും. ഈ ആളാണ് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടും. അപ്പോൾ ഒത്തിരി കാശുണ്ടായിരുന്നൊരു ആളല്ലേ, അറിയാതെ ചിലപ്പോൾ ആരൊക്കെ ഉറുമാരി നോക്കിക്കാണും. എന്നിട്ട് പറയണ വാർത്തമാനം ഭയങ്കരമാണ്, നല്ല ബോധമാണ്. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. അതില്ല. കർത്താവ് മരിച്ചുപോയി, കാശ് കിഴിയും യൂദാസിൻ്റെ കയ്യിലായി. അയാൾ ചത്തപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞ് ആ കാശ് അതിനാലേ പോയി. അവിടുത്തെ പുരോഹിതന്മാർ അത് കൊടുത്ത് രക്തത്തിൻ്റെ വയൽ വാങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം തെണ്ടിത്തിരിഞ്ഞ് കാലണയില്ലാതെ കാപ്പൊടിക്കാൻ കാശ് നടക്കേണ്ട കാലമാണ്. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ പറയും, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്കൊരു സമ്പത്തുണ്ട്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യത പറഞ്ഞത്. ആരാണത്? ഉത്ഥാനം ചെയ്ത നസ്രായനായ യേശു. Stand up in the name of Jesus. അതിനേക്കാൾ വലിയ ലോകാത്ഭുതം ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനം 3:6. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ ഈ പൊന്നില്ല, വെള്ളിയില്ല, എനിക്ക് പേരില്ല, പകിട്ടില്ല, പത്രാസില്ല, പാരമ്പര്യമില്ല, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. നസ്രായനായ യേശു തിരുവുത്ഥാനം ചെയ്ത് ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നാൽ തിരുവുത്ഥാനം കൊണ്ട് നമ്മൾ ലോകത്തെ ജയിക്കും, ജീവിതത്തെ ജയിക്കും. പത്രോസിനെ പോലെ തിരുവുത്ഥാനം കൊണ്ട് ജീവിതത്തെ ജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ.